ഹലോ ഫ്രണ്ട്സ്, +2 മെയിൻ പരീക്ഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു പഠിത്തത്തിൻ്റെ തിരക്കിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന CPO പരീക്ഷകൾക്കും അതുപോലെ തന്നെ ഫയർഫോഴ്സ് എക്സാമിനും പിന്നീടത് 10th ലെവൽ പ്രിലിംസൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങൾ നോക്കേണ്ട ഒരു ഭാഗമാണ് നോബൽ പുരസ്കാരം എന്നുള്ള ഭാഗം. PSC റീസെൻ്റായിട്ട് കഴിഞ്ഞ എല്ലാ പരീക്ഷകൾക്കും നോബൽ പുരസ്കാരം ചോദിച്ചിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി 2020 നോബൽ പുരസ്കാരം ചോദിച്ചു. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ +2 മെയിൻസ് എക്സാം ആയിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസറും ലീഗൽ മെട്രോളജിക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് 2021 നോബൽ പുരസ്കാരം ഭാഗത്തു നിന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2021 നോബൽ പുരസ്കാരങ്ങൾ വിശദമായിട്ട് നോക്കാം. നമുക്ക് പുരസ്കാരം കിട്ടിയ വ്യക്തികളും അതുപോലെ തന്നെ അവർക്ക് ഏത് മേഖലയിലാണ് കിട്ടിയതെന്നും നമ്മളിപ്പോൾ നോക്കുന്നത് കോഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. കാരണം ഈ നോബൽ പുരസ്കാര ജേതാക്കളുടെ പേര് പലർക്കും ഓർത്തെടുക്കാൻ വിഷമമുള്ളതായിരിക്കും. അപ്പോൾ ഇതൊരു കോഡ് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ഈസി ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ആ പേര് മറന്നു പോവില്ല, അതായത് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂസ് ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത്തവണ 12 പേർക്കാണ് പുരസ്കാരം കിട്ടിയത്. 12 പേർക്കാണ് നോബൽ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം സാമ്പത്തിക നോബൽ, ഇക്കണോമിക് നോബൽ 2021 ജേതാക്കളെ കുറിച്ചിട്ട് നോക്കാം. സാമ്പത്തിക നോബൽ 2021 3 പേരാണ് പങ്കിട്ടത്. ഓക്കെ, അപ്പോൾ അവരുടെ 3 പേരുടെയും പേര് ആദ്യം നോക്കാം. ഡേവിഡ് കാർഡ്, ജോഷുവ ആംഗ്രിസ്റ്റ്, ഗുഡോ ഇംബൻസ്. ഡേവിഡ് കാർഡ്, ജോഷുവ ആംഗ്രിസ്റ്റ്, ഗുഡോ ഇംബൻസ്. ഓക്കെ, പേര് കേട്ടിട്ട് പ്രശ്നമില്ല, പേര് കേട്ടിട്ട് വിഷമിക്കേണ്ട. നമുക്ക് ഈ കോഡിലൂടെ ഈസി ആയിട്ട് ഓർമ്മിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരും USA നിന്നാണ് നിലവിലുള്ളത്. അപ്പോൾ ഡേവിഡ് കാർഡ് എന്നൊക്കെ പറയുന്നത് കാനഡയിലായിരുന്നു, പിന്നീട് USA മാറിയ വ്യക്തിയാണ് ഈ ഡേവിഡ് കാർഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം 3 പിക്ചർ ഓർമ്മിക്കണം. ആദ്യം നമ്മൾ ഓർമ്മിക്കുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ പിക്ചറാണ്. പിന്നെ നമ്മൾ ഓർമ്മിക്കുന്നത് ഒരു ബെൻസ് കാറിൻ്റെ പിക്ചറാണ്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഓർമ്മിക്കുന്നത് നല്ല ദേഷ്യത്തോടുള്ള ഒരു പിക്ചറാണ്, ആംഗ്രി ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഈ 3 പിക്ചറും മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇക്കണോമിക്സ് നോബൽ ജേതാക്കൾ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. നമ്മൾ പൊതുവെ കാർഡൊക്കെ യൂസ് ചെയ്യുന്നത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കാണ് കാർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഡേവിഡ് കാർഡ് ഓർമ്മിച്ച് വെക്കാം. പിന്നെ ഉള്ളത് ജോഷുവ ആംഗ്രിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, അല്ലെ, ആംഗ്രി വരും. അപ്പോൾ ജോഷുവ ആംഗ്രിസ്റ്റ്, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും, ആംഗ്രി വരും ഓർമ്മിച്ചു കഴിഞ്ഞാൽ ജോഷുവ ആംഗ്രിസ്റ്റും ഓർമ്മിക്കാം. ഇനി മൂന്നാമത് ഗിഡോ ഇംബൻസ് ആണ്. ഗിഡോ ഇംബൻസ് അങ്ങനെ ഓർമ്മിക്കാം. ബെൻസ് കാർ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബെൻസ് കാർ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നവർക്കേ ബെൻസ് കാറൊക്കെ വാങ്ങുവാനുള്ള ഒരു ശേഷി ഉണ്ടാവുക. ബെൻസ് കാറൊക്കെ പണക്കാരാണ് കൂടുതൽ വാങ്ങാറുള്ളത്. അപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരാണ് ബെൻസ് കാർ വാങ്ങാറുള്ളത്. അപ്പോൾ ഈ ഒരു 3 കണക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ഓർമ്മിക്കാം, ഇത്തവണത്തെ സാമ്പത്തിക നോബൽ പുരസ്കാരം ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓർത്തത്? ഒന്ന് കാർഡ്, ഡേവിഡ് കാർഡാണ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് കാർഡ് യൂസ് ചെയ്യുന്നു. പിന്നെ ഇംബെൻസ്, സാമ്പത്തികമായി മുന്നിലുള്ളവർ ബെൻസ് കാർ വാങ്ങുന്നു, ഇംബെൻസ്. പിന്നെ സാമ്പത്തികമായി വിഷമമുള്ള സമയത്ത് നമുക്ക് എന്ത് വരും, ആംഗ്രി വരും. അപ്പോൾ ജോഷു ആംഗ്രിസ്റ്റ്. അപ്പോൾ 3 പേരുടെ ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഈ 3 പേരുടെ പേര് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്ഷന് കണ്ടു കഴിഞ്ഞാൽ സാമ്പത്തിക നോബലുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനി ഇങ്ങനെ ഓർമ്മിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. ഗൈഡ് വാങ്ങാൻ പോയപ്പോൾ കാർഡ് വർക്കായില്ല, അതുകൊണ്ട് എന്ത് വന്നു, ആംഗ്രി വന്നു, ദേഷ്യം വന്നു. ഗൈഡ് വാങ്ങാൻ പോയപ്പോൾ കാർഡ് വർക്കായില്ല, ആംഗ്രി വന്നു എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാലും ഈ 3 പേരുടെ പേരായി. അപ്പോൾ ഒന്നേൽ ആ ഒരു റിലേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ ഓർമ്മിക്കാം. അപ്പോൾ നമ്മൾ 2021 ഇക്കണോമിക് നോബൽ പുരസ്കാര ജേതാക്കളുടെ പേര് ഓർമ്മിച്ചു കഴിഞ്ഞു. ഇനി എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് കിട്ടിയതെന്ന് നോക്കാം. ആദ്യം ഡേവിഡ് കാർഡിന് കിട്ടിയത് തൊഴിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവപരമായ സംഭാവനകൾക്കാണ്. തൊഴിൽ സാമ്പത്തിക ശാസ്ത്രമാണ് ഡേവിഡ് കാർഡിന്റെ മേഖല. അപ്പൊ തൊഴിൽ സാമ്പത്തികവുമായിട്ട് ഇടപാടുകൾക്ക് നമ്മൾ കാർഡൊക്കെ യൂസ് ചെയ്യാറില്ലേ, അങ്ങനെ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയും കിട്ടും. തൊഴിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവപരമായിട്ടുള്ള സംഭാവനകൾക്കാണ് ഡേവിഡ് കാർഡിന് ഇത്തവണത്തെ നോബൽ പുരസ്കാരം കിട്ടിയത്. അടുത്ത 2 പേര് ആംഗ്രിസ്റ്റും ഇംബൻസും ആണ്. കാര്യകാരണ ബന്ധങ്ങളുടെ വിശകലനത്തിൽ അവരുടെ രീതിശാസ്ത്രമായ സംഭാവനകൾക്ക്, കാര്യകാരണ ബന്ധനങ്ങളുടെ വിശകലനത്തിൽ, ഓക്കെ, സാമ്പത്തികമായി ബന്ധപ്പെട്ട് കാര്യകാരണ ബന്ധങ്ങളുടെ വിശകലനത്തിൽ അവരുടെ രീതിശാസ്ത്രപരമായിട്ടുള്ള സംഭാവനകൾക്കാണ് ഇവർ 2 പേരും നോബൽ സമ്മാനം പങ്കുവെച്ചത്. ഓക്കെ, ഇനി നമ്മളിത് ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഡേവിഡ് കാർഡ് ലേബർ ഇക്കണോമിക്സ് ആണ്, തൊഴിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു. ബാക്കി 2 പേര് ജോഷു ആംഗ്രിസ്റ്റും ഗുഡോ ഇംബൻസും ഫോർ ദർ മെത്തഡോളജിക്കൽ കോൺട്രിബ്യൂഷൻ ടു അനാലിസിസ് ഓഫ് കാഷ്വൽ റിലേഷൻഷിപ്പ്. മെത്തഡോളജിക്കൽ കോൺട്രിബ്യൂഷൻ ടു ദി അനാലിസിസ് ഓഫ് കാഷ്വൽ റിലേഷൻഷിപ്പ്. ഓക്കെ, മലയാളത്തിൽ പരീക്ഷ ഉണ്ടാവും, പക്ഷേ കൂടുതൽ അപ്പർ ലെവലിലുള്ള KS പോലത്തെ എക്സാം ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും വരിക.
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുരസ്കാര ജേതാക്കളാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം മെഡിസിനുമായി ബന്ധപ്പെട്ട 2021 നോബൽ പുരസ്കാരം കിട്ടിയത് ഡേവിഡ് ജൂലിയസും ആർഡം പെറ്റാപുട്ടിനോ ആണ്. ഓക്കെ, ഡേവിഡ് ജൂലിയസ്, ആർഡം പെറ്റാപുട്ടിനോ ആണ് 2021 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം കിട്ടിയത്. CE എക്സാമിനെങ്ങാനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വൈദ്യശാസ്ത്ര നോബൽ ജേതാക്കൾ ഇക്കഴിഞ്ഞ മാസം നടന്നത്. അപ്പോൾ ഡേവിഡ് ജൂലിയസിനും ആർഡം പെറ്റാപുട്ടിനും, അപ്പോൾ ഈ പേര് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ജൂലിയസിലെ ജൂലിയം, അതുപോലെ തന്നെ ആർഡം പെറ്റാപുട്ടൈനിലെ പുട്ട്, അപ്പോൾ ഈ 2 വേർഡ്സ് ഇട്ടിട്ടാണ് നമ്മൾ കോഡാക്കുന്നത്. ജോളി അടിച്ച് പുട്ട് കഴിച്ചാൽ വൈദ്യസഹായം തേടേണ്ടി വരും. ജോളി അടിച്ച് പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? വൈദ്യസഹായം തേടേണ്ടി വരും അല്ലേ? പുട്ട് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഒക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ ജൂലി ചേച്ചിയുടെ പുട്ട് കഴിച്ചാൽ വൈദ്യസഹായം തേടേണ്ടി വരും. ഈ 2 കോഡിൽ ഏതെങ്കിലും ഒന്ന് ഓർമ്മിച്ചെടുത്താൽ മതി. ജൂലി ചേച്ചിയുടെ പുട്ട് കഴിച്ചാൽ വൈദ്യസഹായം തേടേണ്ടി വരും. അപ്പോൾ ജൂലി, ഡേവിഡ് ജൂലിയസ്, പിന്നെ പുട്ട്, പെറ്റാപുട്ടൈൻ്റെ പുട്ട്. അപ്പോൾ ഇവർ 2 പേരും വൈദ്യസഹായം എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ പുരസ്കാര ജേതാക്കളാണ്. അപ്പോൾ മെഡിസിൻ നോബൽ ജേതാക്കൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കേണ്ട 2 വാക്കുകളാണ്. ഒന്ന് ജോളി, രണ്ടാമത്തത് പുട്ട്. ജോളി അല്ലെങ്കിൽ ജൂലി. ഇനി ഇവർക്ക് ഊഷ്മാവും സ്പർശനവും തിരിച്ചറിയുന്ന സ്വീകരണികളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം കിട്ടിയത്. ഊഷ്മാവും നമ്മുടെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ടച്ച്, സ്പർശനവും തിരിച്ചറിയുന്ന സ്വീകരണികൾ എന്ന് പറയുമ്പോൾ റിസപ്റ്റേഴ്സ്, നമ്മുടെ ബോഡിയിൽ റിസപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള റിസപ്റ്റേഴ്സ് ബോഡിയിൽ ഉണ്ടാവും. അപ്പോൾ ഇവയുമായിട്ടുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം കിട്ടിയത്. ഇനി നമുക്ക് കെമിസ്ട്രി 2022 കെമിസ്ട്രി നോബൽ പുരസ്കാര ജേതാക്കൾ നോക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മാക്മില്ലൺ. ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മാക്മില്ലൺ, ഇങ്ങനെ 2 പേർക്കാണ് കെമിസ്ട്രി നോബൽ പുരസ്കാരം കിട്ടിയത്. ബെഞ്ചമിൻ ലിസ്റ്റ് ജർമ്മനി, ഡേവിഡ് മാക്മില്ലൺ USA. ഒക്കെ ഇപ്പോൾ ഇവരുടെ കണ്ടെത്തലുകളും ഓർക്കാനുള്ള കോഡും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ് ഒക്കെ പഠിക്കുന്നത് കെമിസ്ട്രിയിലാണ് അല്ലേ? അപ്പോൾ കെമിസ്ട്രിയിലെ മില്യൺസ് ഓഫ് എലമെന്റ്സിൻ്റെ ലിസ്റ്റ്, കെമിസ്ട്രിയിൽ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, മില്യൺസ് ഒന്നും ഇല്ല, നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറയുന്നത്. 100 കണക്കിന് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അതിന് പകരം നമ്മൾ മില്യൺസ് ആക്കിയിട്ട് ഓർമ്മിക്കുന്നത്. കെമിസ്ട്രിയിലെ മില്യൺസ് ഓഫ് എലമെന്റ്സിന്റെ ലിസ്റ്റ്. അപ്പോൾ അതങ്ങനെ കോറിലേറ്റ് ചെയ്യുക. എലമെന്റ്സിന്റെ ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് ബെഞ്ചമിൻ ലിസ്റ്റ് കിട്ടും. ഇനി മില്യൺസ് എന്ന് പറയുമ്പോൾ, മില്യൺസ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഡേവിഡ് മാക്മില്ലൺ. ഓക്കെ, അപ്പോൾ ഇത് 2 ഓക്കെ അല്ലേ? ഇനി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കോഡ് കൂടി പറയാം. ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് മാത്സ് പഠിക്കാൻ രസമാണ്. ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് മാത്സ് പഠിക്കാൻ രസമാണ്, അങ്ങനെ പഠിച്ചവരൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന്, ബെഞ്ചമിൻ ലിസ്റ്റ് ആണ് ബെഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. മാത്സ് പഠിക്കാൻ രസമാണ്, ഡേവിഡ് മാക്മില്ലൺ ആണ് ഉദ്ദേശിക്കുന്നത്. രസം എന്ന് ഉദ്ദേശിക്കുന്നത് രസതന്ത്രം. ഓക്കെ, അപ്പോൾ ബാക്ക് ബെഞ്ചിൽ ബെഞ്ചമിൻ ലിസ്റ്റ്, അതുപോലെ തന്നെ മാത്സ് പഠിക്കാൻ ഡേവിഡ് മാക്മില്ലൺ, രസമാണ് രസതന്ത്രം. ഇനി ഈ കഴിഞ്ഞ +2 മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബെഞ്ചമിനും മാക്മില്ലനും എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് കെമിസ്ട്രി നോബൽ പുരസ്കാരം കിട്ടിയത്? അപ്പോൾ അതിലുണ്ടായ വാക്ക് ഓർഗനോ കാറ്റലിസിസ് എന്നുള്ള വാക്കാണ്. അപ്പോൾ ഓർഗനോ കാറ്റലിസിസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പുരസ്കാരം കിട്ടിയത്. അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് ഇൻഡിജീനിയസ് ടൂൾ ഫോർ മോളിക്കുലാർ ബൈൻഡിങ് എന്നുള്ള ഒരു വാക്ക് കൂടി. അപ്പോൾ എന്താണ് ഇൻഡിജീനിയസ് ടൂൾ ഫോർ മോളിക്കുലാർ ബൈൻഡിങ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തന്മാത്രകളിലെ, തന്മാത്രകൾ മോളിക്യൂൾസ്, തന്മാത്രകളും അതിൻ്റെ പ്രതിബിംബ രൂപവും നിർമ്മിക്കാൻ നവീന മാതൃക സൃഷ്ടിച്ചു. തന്മാത്രകളും അതിൻ്റെ പ്രതിബിംബ രൂപവും നിർമ്മിക്കാൻ വേണ്ടി നവീന മാതൃക സൃഷ്ടിച്ച ശാസ്ത്രജ്ഞരാണ്. ഓക്കെ, അപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ വേർഡ് അസിമെട്രിക് ഓർഗനോ കാറ്റലിസിസ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സമാധാന നോബൽ പുരസ്കാരം, നോബൽ പീസ് പ്രൈസ് 2021 സമാധാന നോബൽ പുരസ്കാരം കിട്ടിയത് 2 പേർക്കാണ്. അതിലൊന്ന് ഫിലിപ്പീൻസ്കാരിയായിട്ടുള്ള മരിയ റസ, ഫിലിപ്പീൻസ് ആണ് സ്വദേശം. പിന്നെ റഷ്യൻകാരനായിട്ടുള്ള ദിമിട്രി മുറാട്ടോവ്. ഓക്കെ, ദിമിട്രി മുറാട്ടോവും മരിയ റസയുമാണ് നോബൽ പുരസ്കാരം പീസ്, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം പങ്കിട്ടത്. അപ്പോൾ ഇവർക്ക് കിട്ടിയത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനായിട്ട് പോരാടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പുരസ്കാരം കിട്ടിയത്. കാരണം ഇവർ നടത്തുന്ന ഒരു വെബ്സൈറ്റ്, അതുപോലെ തന്നെ വാർത്താ ഏജൻസിയൊക്കെ ആ ഒരു നമ്മൾ പറയാൻ പഠിക്കുന്ന കാര്യമുണ്ടല്ലോ, ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പേടിയില്ലാതെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മരിയ റസ എന്ന് പറയുന്നത് ഫിലിപ്പീൻസ്കാരിയാണല്ലോ. അപ്പോൾ റാപ്ലർ എന്നുള്ള വെബ്സൈറ്റിലൂടെ ആ ഒരു അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് മരിയ റസ. റാപ്ലർ ആണ് വെബ്സൈറ്റ്, ഫിലിപ്പീൻ വെബ്സൈറ്റാണ്. ഇനി മുറാട്ടോവിനെ നോക്കുകയാണെങ്കിൽ റഷ്യയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് ആരായിപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, പുടിനാണ്.
ഇപ്പോൾ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വ്ളാഡിമിർ പുടിനാണ് റഷ്യയുടെ പ്രസിഡന്റ്. അപ്പോൾ പുടിനെതിരെ സംസാരിക്കുന്ന ഏക പത്രമാണ് നൊവായ ഗസറ്റ. നമ്മളെ റഷ്യയിലുള്ള പത്രമാണ് നൊവായ ഗസറ്റ. അപ്പോൾ ബാക്കിയൊരു പത്രക്കാർക്ക് അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ നൊവായ ഗസറ്റ എന്നുള്ള പത്രത്തിൻ്റെ പത്രാധിപർ കൂടിയാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ആ പുടിൻ്റെ അധികാരത്തിനെ കുറിച്ചിട്ടും അപ്പോൾ അധികാരത്തിലുണ്ടാവുന്ന മോശം സൈഡിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു പത്രമാണ് നൊവായ ഗസറ്റ റഷ്യ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടൊരു കോഡ് പറയാം. സമാധാനത്തിലിരിക്കുന്നവരെ മുറിപ്പെടുത്തി രസിക്കരുത്. അപ്പോൾ സമാധാന നോബൽ പുരസ്കാരമാണ്. സമാധാനത്തിലിരിക്കുന്നവരെ മുറിപ്പെടുത്തി രസിക്കരുത്. മുറിപ്പെടുത്തി എന്ന് പറയുന്നത് മുറാട്ടോവും, രസിക്കരുത് എന്ന് പറയുന്നത് മരിയ റസ. അപ്പോൾ ഇവരുടെ പേര് ഓർമ്മിച്ച് വെക്കുന്നില്ലെങ്കിൽ മാത്രം ഈ ഒരു കോഡ് ഓർമ്മിക്കുക. സമാധാനത്തിലിരിക്കുന്നവരെ മുറിപ്പെടുത്തി രസിക്കരുത്. പിന്നെ മരിയ റസ എന്നുള്ളത് സമാധാന നോബൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഫിലിപ്പീൻസുകാരും കൂടിയാണ്. അടുത്തത് നമ്മൾ ഭൗതികശാസ്ത്ര നോബൽ, ഫിസിക്സ് നോബൽ 2021 നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 രാജ്യത്തിൽ നിന്നുള്ളവർക്കാണ് കിട്ടിയത്. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തത് 3 രാജ്യത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർക്കാണ് ഫിസിക്സ് നോബൽ പുരസ്കാരം 2021. ഓക്കെ, അപ്പോൾ പേര് നോക്കുക, സുക്കറോ മനാബെ. ഓക്കെ, സുക്കറോ മനാബെ. പിന്നുള്ളത് ക്ലോസ് ഹാസിൽമാൻ, ജോർജ് പാരീസി. സുക്കറോ മനാബെ, ക്ലോസ് ഹാസിൽമാൻ, ജോർജ് പാരീസി. ഇങ്ങനെ 3 പേർക്കാണ് ഫിസിക്സിനുള്ള നോബൽ പുരസ്കാരം നൽകിയത്. സുക്കറോ മനാബെ, ക്ലോസ് ഹാസിൽമാൻ, ജോർജ് പാരീസി. ഓക്കെ, പേരുണ്ട് ഓർമ്മിക്കാൻ. അപ്പോൾ ഈ സുക്കറോ മനാബെ എന്ന് പറയുന്നത് ജപ്പാൻകാരനാണ് കേട്ടോ. അവിടെ US എന്നാണ് എഴുതിയിട്ടുള്ളത്, ജപ്പാൻകാരനാണ്. അപ്പോൾ സുക്കറോ മനാബെ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഒരു ജപ്പാനീസ് ടച്ചുള്ള പേരാണ്. ഇനി ക്ലോസ് ഹാസിൽമാൻ എന്ന് പറയുന്നത് ജർമ്മനിക്കാരനാണ്. ക്ലോസ് ഹാസിൽമാൻ ഓക്കെ, ജർമ്മനിയാണ്. ഇനി ജോർജ് പാരീസി, പേരിൽ പാരീസ് ഉണ്ടെങ്കിലും പുള്ളി ഇറ്റലിക്കാരനാണ്. ജോർജ് പാരീസി ഇറ്റലിക്കാരൻ. അപ്പോൾ ഇതിനൊരു കോഡുണ്ട്. ഫിസിക്സ് പഠിക്കാൻ സുഖമില്ലാത്തതിനാൽ ജോർജ് ബുക്ക് ക്ലോസ് ആക്കി. ഫിസിക്സ് പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, കുറേ പേര് ഫിസിക്സ് വിരോധികളുണ്ട്. അതുപോലെ തന്നെ ജോർജും ഫിസിക്സ് ഇഷ്ടമല്ല. ഫിസിക്സ് പഠിക്കാൻ സുഖമില്ലാത്തതിനാൽ ജോർജ് ബുക്ക് ക്ലോസ് ആക്കി. ഓക്കെ, ഫിസിക്സ് പഠിക്കാൻ സുഖമില്ലാത്തതിനാൽ ജോർജ് ബുക്ക് ക്ലോസ് ആക്കി എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ സുക്കറോ മനാബെ. ഓക്കെ, സുഖമില്ലാത്തതിനാൽ സുക്കറോ മനാബെ. പിന്നുള്ളത് ജോർജ്. ഓക്കെ, ജോർജ് പാരീസിയാണ്. ഇനി ബുക്ക് ക്ലോസ് ആക്കി എന്നുള്ളത് ക്ലോസ് ഹാസിൽമാൻ, ഫിസിക്സ് പുരസ്കാര ജേതാക്കൾ. ഓക്കെ, അപ്പോൾ കോഡ് ഓക്കെ അല്ലേ? ഇനി കണ്ടെത്തിയ വിഷയം നോക്കാം. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എങ്ങനെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ താപനില വർദ്ധിപ്പിക്കുന്നതെന്ന് തെളിയിച്ചതാണ്. നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇല്ലേ, അപ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എങ്ങനെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ താപനില വർദ്ധിപ്പിക്കുന്നതെന്ന് തെളിയിച്ചതിനാണ് ആര് പുരസ്കാരത്തിന് അർഹനായത്? മനാബെ, ജപ്പാൻകാരനായിട്ടുള്ള മനാബെ പുരസ്കാരത്തിന് അർഹനായത്. ഓക്കെ, അപ്പം അടുത്ത ആൾ നമ്മൾ ക്ലോസ് ഹാസിൽമാൻ ആണ്. കാലാവസ്ഥയും അന്തരീക്ഷത്തെയും ബന്ധിപ്പിക്കുന്ന മാതൃക സൃഷ്ടിച്ചു. കാലാവസ്ഥയും അന്തരീക്ഷത്തെയും ബന്ധിപ്പിക്കുന്ന മാതൃക സൃഷ്ടിച്ചതിനാണ് ക്ലോസ് പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളാണ്. ഓക്കെ, ക്ലോസ് ഹാസിൽമാനും സുക്കറോ മനാബെയും ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മളെ പുരസ്കാര തുകയുണ്ടല്ലോ, അപ്പോൾ അത് ഇവർ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടാണ് എടുക്കുക. ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ക്ലോസ് പാരീസി അല്ലേ. പാരീസിക്കിൽ അതിൻ്റെ മറുപാതി തുകയാണ് ലഭിക്കുക. അപ്പോൾ ബാക്കി രണ്ടുപേർ, ആദ്യത്തെ രണ്ടുപേർ ക്ലോസ് ഹാസിൽമാനും സുക്കറോ മനാബെയും അത് ഷെയർ ചെയ്തിട്ടാണ് എടുക്കുക. പിന്നെ ബാക്കി പകുതി വരുന്നത് ആർക്കാണ്? അത് നമ്മളെ ജോർജ് പാരീസിക്കാണ്. ഓക്കെ, അപ്പോൾ ഇറ്റലിയിലെ റോമിലാണ് പാരീസി ജനിക്കുന്നത്. അപ്പോൾ പാരീസിയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ക്രമരഹിതമായ സങ്കീർണ വസ്തുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ക്രമരഹിതമായ സങ്കീർണ വസ്തുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ കണ്ടെത്തി. അപ്പോൾ ഈ കണ്ടെത്തൽ എന്ന് പറയുന്നത് കോംപ്ലക്സ് സിസ്റ്റം തിയറിയിലെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ്. കോംപ്ലക്സ് സിസ്റ്റം തിയറിയിലെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ് ഏത്? ക്രമരഹിതമായ സങ്കീർണ വസ്തുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ കണ്ടെത്തിയത്. അപ്പോൾ കോംപ്ലക്സ് സിസ്റ്റം തിയറിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആർക്ക് കിട്ടിയത്? ജോർജ് പാരീസിക്ക് ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം കിട്ടിയത്. ഇനി ചിലപ്പോൾ PSC ഇത് ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് മലയാളമല്ല പഠിച്ചത്, അപ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷും കൂടി ഓർമ്മിച്ച് വെക്കുക. ഫോർ ദി ഫിസിക്കൽ മോഡലിംഗ് ഓഫ് എർത്ത്സ് ക്ലൈമറ്റ് റിലേറ്റഡ് ടു ഗ്ലോബൽ വാർമിംഗ് ആണ് ഹാസിൽമാനും സുക്കറോ മനാബെയും. പിന്നെ ജോർജ് പാരീസിൽ നമ്മൾ കോംപ്ലക്സ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു. അപ്പോൾ അതിൽ പറയാം ഇന്റർപ്ലേ ഡിസോർഡർ ആൻഡ് ഫ്ലക്ടേഷൻ ഇൻ ഫിസിക്കൽ സിസ്റ്റം ഫ്രം അറ്റോമിക് ടു പ്ലാനറ്ററി സ്കെയിൽസ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കൂടി നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് സാഹിത്യ നോബൽ പുരസ്കാരം ജേതാവാണ്. 2021 സാഹിത്യ പുരസ്കാരം കിട്ടിയത് അബ്ദുൾ റസാഖ് കൂർണക്കാണ്. ഓക്കെ, അബ്ദുൾ റസാഖ് കൂർണക്ക എന്ന് പറയുന്നത് ഒരു താൻസാനിയൻ എഴുത്തുകാരനാണ്. അബ്ദുൾ റസാഖ് കൂർണ. അപ്പോൾ സാഹിത്യ നോബലുമായി ബന്ധപ്പെട്ട് രാജ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ടാൻസാനിയക്കാരനാണ് അബ്ദുൾ റസാഖ് കൂർണ.
അപ്പോൾ പുള്ളിക്കാരൻ്റെ എഴുത്തെന്ന് പറയുന്നത് നമ്മളെ കോളനിസവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അത് കൂടുതലായിട്ടും ഈ ഗൾഫിലുള്ള അഭയാർത്ഥികളും അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഒക്കെ, അതായത് വിട്ടുവീഴ്ചയില്ലാതെ തന്നെ അഭയാർത്ഥികളുടെ ജീവിതവും ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചതിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. അബ്ദുൾ റസാഖ് ഗൂർണ താൻസാനിയക്കാരനാണ്. അപ്പോൾ അബ്ദുൾ റസാഖ് ഗൂർണയുടെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഓർമ്മിച്ച് നോക്കുക. പാരഡൈസ് ഡെസേർഷൻ ബൈ ദ സീ. പാരഡൈസ് ഡെസേർഷൻ ബൈ ദ സീ ഓർക്കണേ. ചിലപ്പം സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കൃതി എടുത്തിട്ട് ഇതിൻ്റെ രചയിതാവ് ആര്, ആ രീതിയിലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ പാരഡൈസ് ഡെസേർഷൻ ബൈ ദ സീ ഒക്കെ അബ്ദുൾ റസാഖ് ഗൂർണയുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ കോളനിയുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ വിവരിക്കാറുള്ളത്. സോ നമ്മൾ 2021 നോബൽ പുരസ്കാരങ്ങളെ കുറിച്ചിട്ട്, ആ ജേതാക്കളെ കുറിച്ചിട്ടും അവർ കിട്ടിയ മേഖലയെ കുറിച്ചിട്ടും പിന്നെ അവരെ ഓർമ്മിക്കാനുള്ള കോഡ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പോൾസും ക്യൂസസും ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള PSC ഹാക്കേഴ്സിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. പിന്നെന്താ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, താങ്ക്